200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാമ്പുകടി ഉണ്ടാക്കിയ സംഭവമാണ് ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന പേരിന് പിന്നിൽ. മൈസൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള പടയോട്ടത്തിനിടെ ടിപ്പു സുൽത്താൻ തന്റെ സൈന്യവുമായി വയനാടിന്റെ കാടുകളും മലനിരകളും കടന്നു പോകാറുണ്ടായിരുന്നു. യാത്രക്കിടെ സൗകര്യമുള്ള പ്രദേശങ്ങളിൽ സൈന്യം തമ്പടിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇവിടെ തമ്പടിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൈന്യാധിപന് പാമ്പുകടിയേറ്റു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും കുറച്ച് പടയാളികളെ അവിടെ തന്നെ നിർത്തി ബാക്കിയുള്ള സൈന്യം കോഴിക്കോട്ടേക്ക് യാത്ര തുടർന്നു. അവിടെ ശേഷിച്ചവരിൽ ടിപ്പു സുൽത്താന്റെ അധീന പ്രദേശങ്ങളുടെ ഭൂപടം തയ്യാറാക്കുന്ന ഒരു വിദഗ്ധനും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടെ ശേഷിച്ചിരുന്ന ആ ചെറിയ സംഘം ശത്രുക്കളുടെ ആക്രമണത്തിനിരയായി. സ്ഥിതി അതീവ അപകടമായിരുന്നു. കാരണം പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ പോലും അവരുടെ കയ്യിലില്ലായിരുന്നു. ഈ വിവരം ഒരു ദൂതൻ വഴി ടിപ്പു സുൽത്താന്റെ അടുത്തേക്ക് എത്തി. സാഹചര്യം മനസ്സിലാക്കിയ ടിപ്പു സുൽത്താൻ ഭൂപട വിദഗ്ധനോട് ഒരു നിർണായക ഉത്തരവ് നൽകി. മൈസൂരിൽ നിന്നും ആയുധങ്ങൾ എത്തിക്കാനും അവ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത ഒരു രഹസ്യ സ്ഥലം കണ്ടെത്തുക. അവസാനം അദ്ദേഹം കണ്ടെത്തിയത് അന്നത്തെ ജൈന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന ഹെന്നരഡോ വീതി അഥവാ 12 തെരുവുകൾ എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു. അവിടെയാണ് ടിപ്പു സുൽത്താന്റെ ആയുധശേഖരം സ്ഥാപിച്ചത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വന്ന ബ്രിട്ടീഷുകാരാണ് ഇവിടെയുണ്ടായിരുന്ന ഈ ആയുധപ്പുരയെ സുൽത്താൻസ് ബത്തേരി അഥവാ സുൽത്താന്റെ ആയുധപ്പുര എന്ന് വിളിച്ചത്. ഇന്നത് നമുക്കറിയപ്പെടുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന പേരിലാണ്. കേരളത്തിലെ ഇത്തരത്തിലുള്ള മറഞ്ഞിരിക്കുന്ന ചരിത്ര കഥകൾ അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്.